നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് പ്രശ്നമാണെന്നാണ് നീ പറയുന്നത്? മഹേട്ടനൊന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ സ്വത്തുക്കളുടെയും കമ്പനിയുടെയും അധികാരം ആർക്കായിരിക്കും? അത് നമ്മുടെ അമ്മയ്ക്ക് അല്ല, ശ്രേയയ്ക്ക്. ശ്രേയയുടെ സ്വഭാവം അല്ലാതെ തന്നെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെയുള്ളപ്പോ അവക്ക് എല്ലാ സ്വത്തുക്കളുടെയും ബിസിനസിന്റെയും അവകാശം കിട്ടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ പിന്നെ ശ്രേയയുടെ മുമ്പിൽ പിച്ച എടുക്കേണ്ടി വരും. അങ്ങനെ പിച്ച ചോദിച്ചാലും അവൾ എന്തെങ്കിലും തരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. നമ്മളാരും ഒരുത്തിയുടെ മുന്നിലും പിച്ച ചോദിച്ചു നിൽക്കാൻ പോകുന്നില്ല. മഹി ജീവിച്ചിരുന്നാലേ അവക്ക് സ്ഥാനമുള്ളൂ. അത് മാത്രമല്ല, അവളുടെയും മഹിയുടെയും വിവാഹം നടക്കുകയും വേണം. അങ്ങനെ മഹിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയില് ശ്രേയ വിവാഹത്തിന് തയ്യാറായ അത് മഹിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള അവളുടെ അടവാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാം. ഇനി അതല്ല, മഹിക്ക് എന്തെങ്കിലും സംഭവിച്ച, അയ്യോ, ഈ അവസ്ഥയില് മഹിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ എല്ലാം മാളൂന് മാത്രം സ്വന്തമാവും. അങ്ങനെ മാളൂന് മാത്രം സ്വന്തമായ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മഹേട്ടന് എന്തെങ്കിലും സംഭവിക്കുന്നൊരു സൂചന കിട്ടിയാ എത്രയും പെട്ടെന്ന് മഹേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങണം. വെറുതെ വെള്ള പേപ്പറിൽ സൈൻ കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെന്ത് ചെയ്യും? സ്വത്തുക്കള് മാളൂന്റെ പേരിലായ പിന്നെ അതിനെന്തെങ്കിലും കൈമാറ്റം സംഭവിക്കണമെങ്കിൽ മാളൂന് 18 വയസ്സ് കഴിയണം. അപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടുണ്ടാവും. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? മഹേട്ടന് ഓർമ്മ നഷ്ടപ്പെടാതെ ഒരു കുഴപ്പവും സംഭവിക്കാതെ തിരിച്ചു വരണം. അതുകൊണ്ട് എന്താ പ്രയോജനം? ഇപ്പോ ഉള്ളതുപോലെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോവാലോ. ഇപ്പോഴത്തെ അവസ്ഥയില് മഹേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഗോകുല് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നതും എന്നെ കൊണ്ട് മഹിയെ കൊല്ലിച്ച് മാളുവിനെ സ്വന്തമാക്കാൻ നോക്കിയതുമെല്ലാം മാളുവിലൂടെ അവന് കിട്ടാൻ സാധ്യതയുള്ള സ്വത്തുക്കൾ മുന്നിൽ കണ്ട. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ അവന് കൂട്ടുനിന്ന് മണ്ടനായനെ. അല്ല, രാഹുൽ എന്താ ആലോചിക്കുന്നേ? ഞാൻ മാളുവിനെ കുറിച്ച് ആലോചിച്ചതാ. മാളുവിനെന്താ? മാളു എല്ലാ സ്വത്തുക്കൾക്കും അവകാശിയായ പിന്നെ മാളുവിന് വേണ്ടി എല്ലാരും കടിപിടി കൂടാൻ തുടങ്ങും. പലരും മാളുവില് അവകാശവും പറഞ്ഞുകൊണ്ട് വരും. ആ, അത് ശരിയാ. അപ്പോ രേഷ്മ പറഞ്ഞത് തന്നെയാണ് നല്ലത്. മഹി ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.